Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. മൈ നെയിംസ് നറ്റാലിയ. എൻ്റെ പേര് നറ്റാലിയ എന്നാണ്. ഐ ആം 29 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് 29 വയസ്സുണ്ട്. വെൻ ഐ വാസ് യങ്, എനിക്ക് ചെറുപ്പമായിരുന്നപ്പോൾ, ഐ ഹാഡ് എ ഫ്രണ്ട്, എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ഹിസ് നെയിം വാസ് ട്രവർ. അവൻ്റെ പേര് ട്രവർ എന്നായിരുന്നു. ഹി വാസ് സ്മാർട്ട്, സ്ട്രോങ് ആൻഡ് ഗുഡ് അറ്റ് എവറിത്തിങ്. ഹി വാസ് സ്മാർട്ട്, അവൻ സമർത്ഥനായിരുന്നു. സ്ട്രോങ്, കരുത്തുള്ളവനായിരുന്നു. ആൻഡ് ഗുഡ് അറ്റ് എവറിത്തിങ്, അവൻ എല്ലാത്തിലും മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്നു. ഹി ഓൾവേസ് വൺ, അവൻ എപ്പോഴും വിജയിച്ചിരുന്നു. ഹി ഓൾവേസ് വൺ റേസസ് അറ്റ് സ്കൂൾ. റേസസ് എന്നാൽ മത്സരങ്ങൾ എന്നുള്ള അർത്ഥമാണ്. സ്കൂളിൽ എപ്പോഴും മത്സരങ്ങളിൽ അവൻ വിജയിക്കുമായിരുന്നു. വൺ എന്നാൽ ഇവിടെ വിജയിക്കുമായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഓൾവേസ് എന്നാൽ എപ്പോഴും. ഹി ഓൾവേസ് ഗോട്ട് ദ ബെസ്റ്റ് ഗ്രേഡ്സ്, അവന് എപ്പോഴും നല്ല മാർക്ക് ലഭിക്കുമായിരുന്നു. എവരി വൺ ലൈക്ഡ് ഹിം, എല്ലാവരും അവനെ ഇഷ്ടപ്പെട്ടിരുന്നു. ഐ വാച്ച്ഡ് ഹിം, ഞാൻ അവനെ നിരീക്ഷിച്ചു. ആൻഡ് ഫെൽറ്റ് സംതിങ് ഇൻസൈഡ് മീ. ഫെൽറ്റ് സംതിങ് എന്നാൽ എന്തോ ഒന്ന് തോന്നി. ഇൻസൈഡ് മീ എന്നാൽ എൻ്റെ മനസ്സിനുള്ളിൽ. ഞാൻ അവനെ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ തോന്നി. ഇറ്റ് വാസ് ജലസി. ജലസി എന്നാൽ അസൂയ. അത് അസൂയയായിരുന്നു. ഐ വാണ്ടഡ് ടു ബി ലൈക്ക് ഹിം, എനിക്ക് അവനെപ്പോലെ ആകണമായിരുന്നു. ലൈക്ക് ഹിം എന്നാൽ അവനെപ്പോലെ. ടു ബി എന്നാൽ ആകണം. ബട്ട് എന്നാൽ ഐ വാസ് നോട്ട് ആസ് ഫാസ്റ്റ്, പക്ഷേ ഞാൻ അത്ര വേഗത്തിലായിരുന്നില്ല. ആസ് എന്നാൽ ഇവിടെ പോലെ എന്നുള്ള അർത്ഥമാണ്. ആസ് ഫാസ്റ്റ് എന്നാൽ അത്ര വേഗത്തിൽ, അവൻ്റെ അത്ര വേഗത്തിൽ. ഐ വാസ് നോട്ട് ആസ് സ്മാർട്ട്, ഞാൻ അത്ര സമർത്ഥയായിരുന്നില്ല. ഐ ട്രൈഡ് ടു സ്മൈൽ, ഞാൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഐ ട്രൈഡ് ടു ബി ഹാപ്പി ഫോർ ഹിം, അവൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ ഞാൻ ശ്രമിച്ചു. ബട്ട് എന്നാൽ ഡീപ്പ് ഇൻസൈഡ്, മനസ്സിനുള്ളിൽ, ഐ വാസ് നോട്ട് ഹാപ്പി, ഞാൻ സന്തോഷവതിയായിരുന്നില്ല. ഐ വാസ് ജലസ്. ജലസ് എന്നാൽ അസൂയാലുവായ എന്നുള്ള അർത്ഥമാണ്. ഐ വാസ് ജലസ്, ഞാൻ അസൂയാലുവായിരുന്നു. ആൻഡ് ഇറ്റ് മെയ്ഡ് മീ ഫീൽ സ്മോൾ, അതുകൊണ്ട് എനിക്ക് ഞാൻ ചെറുതായ പോലെ തോന്നി. മെയ്ഡ് മീ ഫീൽ എന്നാൽ എന്നെ തോന്നിപ്പിച്ചു എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഈ അസൂയ എന്നെ ചെറുതായി തോന്നിപ്പിച്ചു. എവറി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ, ഐ സോ ഹിം സ്മൈൽ, അവൻ പുഞ്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഹീ വോക്ക്ഡ് വിത്ത് കോൺഫിഡൻസ്, അവൻ ആത്മവിശ്വാസത്തോടെ നടക്കുന്നു. ഹി ആൻസേർഡ് ക്വസ്റ്റ്യൻസ് ഇൻ ക്ലാസ്, ക്ലാസ്സിൽ ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരങ്ങൾ പറഞ്ഞിരുന്നു. ഹി പ്ലേഡ് സ്പോർട്സ് ആൻഡ് വൺ, അവൻ മത്സരക്കളികളിൽ പങ്കെടുത്തിരുന്നു. അവൻ വിജയിക്കുകയും ചെയ്തിരുന്നു. വൺ എന്നാൽ വിജയിച്ചു. ഹി പ്ലേഡ് സ്പോർട്സ് ആൻഡ് വൺ. ഐ സാറ്റ് ഇൻ മൈ സീറ്റ് ആൻഡ് വാച്ച്ഡ്, ഞാൻ എൻ്റെ സീറ്റിൽ ഇരുന്നു കൊണ്ട് നിരീക്ഷിച്ചു. വൈ വാസ് ഹി സോ ഗുഡ്, അവൻ എന്തുകൊണ്ടാണ് ഇത്ര മികച്ചവനായിരിക്കുന്നത്. വൈ വാസ് ഐ നോട്ട് ലൈക്ക് ഹിം, എന്തുകൊണ്ട് ഞാൻ അവനെപ്പോലെ ആയിരിക്കുന്നില്ല. ഐ ഡിഡ് നോട്ട് ലൈക്ക് ഫീലിംഗ് ദിസ് വേ, എനിക്ക് ഇങ്ങനെ തോന്നുന്നത് എനിക്ക് ഇഷ്ടമായില്ല. ബട്ട് എന്നാൽ ഐ കുഡ് നോട്ട് സ്റ്റോപ്പ്, എന്നാൽ എനിക്ക് ഇങ്ങനെ തോന്നുന്നത് നിർത്താൻ സാധിച്ചില്ല. ഐ തോട്ട് അബൌട്ട് ഹിം ഓൾ ദ ടൈം, ഞാൻ എല്ലാ സമയത്തും അവനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരുന്നു. ഐ കമ്പയർഡ് മൈ സെൽഫ് ടു ഹിം എവറി ഡേ. ഐ കമ്പയർഡ്, ഞാൻ താരതമ്യം ചെയ്തുകൊണ്ടിരുന്നു. മൈ സെൽഫ്, എന്നെ ഞാൻ താരതമ്യം ചെയ്തുകൊണ്ടിരുന്നു. ടു ഹിം എവറി ഡേ, അവനുമായിട്ട് ഞാൻ എല്ലാ ദിവസവും എന്നെ താരതമ്യം ചെയ്തുകൊണ്ടിരുന്നു. ഐ വിഷ്ഡ് ഐ കുഡ് ബി ബെറ്റർ, ഞാൻ കൂടുതൽ നല്ല കഴിവുള്ള ഒരാളാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഐ വിഷ്ഡ് എന്നാൽ ഞാൻ ആഗ്രഹിച്ചു. ഐ കുഡ് ബി ബെറ്റർ, കൂടുതൽ കഴിവുള്ളവനാകണം. ഐ വിഷ്ഡ് ഐ കുഡ് ബി ഹിം, എനിക്ക് അവനാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. വൺ ഡേ, ഒരു ദിവസം, ഐ ട്രൈഡ് ഹാർഡർ, ഞാൻ കഠിനമായി പരിശ്രമിച്ചു. ഐ സ്റ്റഡീഡ് മോർ, ഞാൻ നന്നായി പഠിച്ചു. ഐ റാൻ ഫാസ്റ്റർ, ഞാൻ വേഗത്തിൽ ഓടി. ഐ വാണ്ടഡ് ടു ബീറ്റ് ഹിം, ബീറ്റ് എന്നാൽ ഇവിടെ തോൽപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. എനിക്കവനെ തോൽപ്പിക്കണമായിരുന്നു. ഐ വാണ്ടഡ് ടു പീപ്പിൾ ടു സീ മീ ടു, ആളുകൾ എന്നെയും ശ്രദ്ധിക്കണമെന്ന്, ആളുകൾ എന്നെയും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു.
ഐ റെഡ് ബുക്സ് അറ്റ് നൈറ്റ്. രാത്രി ഞാൻ പുസ്തകങ്ങൾ വായിച്ചു. റീഡ് എന്നുള്ളത് വായിച്ചു എന്ന അർത്ഥത്തിലാണെങ്കിൽ റെഡ് എന്ന് വായിക്കണം. ഐ വോക്കപ്പ് ഏർലി. ഞാൻ നേരത്തെ ഉറക്കമുണർന്നു. ഐ തോട്ട്. ഞാൻ കരുതി. ഇഫ് ഐ വർക്ക്ഡ് ഹാർഡ്. ഞാൻ കഠിനമായി ജോലി ചെയ്താൽ, ഞാൻ കഠിനമായി പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ. ഐ കുഡ് ബി ലൈക്ക് ഹിം. എനിക്ക് അവനെപ്പോലെയാകാൻ സാധിച്ചേക്കും എന്ന് ഞാൻ കരുതി. ഐ തോട്ട്. ഞാൻ കരുതി. ഇഫ് ഐ വർക്ക്ഡ് ഹാർഡ് ഐ കുഡ് ബി ലൈക്ക് ഹിം. ഞാൻ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെപ്പോലെ ആയേക്കുമെന്ന് ഞാൻ കരുതി. ബട്ട് എന്നാൽ നോ മാറ്റർ വാട്ട് ഐ ഡിഡ്. ഞാൻ എന്തൊക്കെ ചെയ്തെങ്കിലും, ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടെങ്കിലും, ഹി വാസ് സ്റ്റിൽ ബെറ്റർ. അപ്പോഴും അവൻ തന്നെയായിരുന്നു കൂടുതൽ മെച്ചപ്പെട്ടവൻ, ഏറ്റവും കഴിവുള്ളവൻ അവൻ തന്നെയായിരുന്നു. ഞാൻ എന്തൊക്കെ ചെയ്തെങ്കിലും. ഹി സ്റ്റിൽ വൺ ദ റേസസ്. എന്നിട്ടും മത്സരങ്ങളിൽ അവൻ വിജയിച്ചു. ഹി സ്റ്റിൽ ഗോട്ട് ദ ബെസ്റ്റ് ഗ്രേഡ്സ്. എന്നിട്ടും ഏറ്റവും നല്ല മാർക്ക് അവന് തന്നെ ലഭിച്ചു. ഐ ബിഗാൻ ടു ഡിസ്ലൈക്ക് ഹിം. ഡിസ്ലൈക്ക് എന്നാൽ വെറുക്കുക എന്നുള്ള അർത്ഥമാണ്. ബിഗാൻ എന്നാൽ തുടങ്ങി. ഐ ബിഗാൻ ടു ഡിസ്ലൈക്ക് ഹിം. ഞാൻ അവനെ വെറുക്കാൻ തുടങ്ങി. ഐ വാണ്ടഡ് ഹിം ടു ലൂസ്. ലൂസ് എന്നാൽ പരാജയപ്പെടുക എന്നുള്ള അർത്ഥമാണ്. അവൻ പരാജയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് അവൻ പരാജയപ്പെടണമായിരുന്നു. ഐ വാണ്ടഡ് ഹിം ടു ഫെയിൽ. എനിക്ക് അവൻ തോൽക്കണമായിരുന്നു. ഏതാണ്ട് ഒരേ അർത്ഥം തന്നെയാണ്. ലൂസ് എന്നാൽ നഷ്ടമാകുക, പരാജയപ്പെടുക, ഇതൊക്കെയാണ് അർത്ഥം. ഐ ഡിഡ് നോട്ട് കെയർ അബൌട്ട് വിന്നിങ് എനി മോർ. ഇനി ജയിക്കണമെന്ന ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഐ ജസ്റ്റ് ഡിഡ് നോട്ട് വാണ്ട് ഹിം ടു വിൻ. എനിക്ക് വേണ്ടിയിരുന്നത് അവൻ വിജയിക്കാതിരിക്കുക എന്ന് മാത്രമായിരുന്നു. ഐ സ്റ്റോപ്ഡ് ടോക്കിംഗ് ടു ഹിം. അവനോട് സംസാരിക്കുന്നത് ഞാൻ നിർത്തി. വെൻ ഹി ലുക്ക്ഡ് അറ്റ് മീ. അവൻ എന്നെ നോക്കുന്ന സമയത്ത്. ഐ ടേൺഡ് അവേ. ഞാൻ മുഖം തിരിച്ചു. ഐ ഡിഡ് നോട്ട് സ്മൈൽ. ഞാൻ പുഞ്ചിരിച്ചില്ല. ഐ ഡിഡ് നോട്ട് ലാഫ്. ഞാൻ ചിരിച്ചില്ല. ഹി നോട്ടീസ്ഡ്. അവൻ അത് ശ്രദ്ധിച്ചു. ഹി ആസ്ക്ഡ് മീ. അവൻ എന്നോട് ചോദിച്ചു. ആർ യു ഓക്കെ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖമല്ലേ? ഐ സെഡ്. ഞാൻ പറഞ്ഞു. ഐ ആം ഫൈൻ. എനിക്ക് സുഖമാണ്. ബട്ട് പക്ഷേ ഇൻസൈഡ് ഐ വാസ് നോട്ട് ഫൈൻ. പക്ഷെ മനസ്സിനുള്ളിൽ എനിക്ക് സുഖമായിരുന്നില്ല. മൈ ജലസി ഗ്രൂ എവറി ഡേ. ഗ്രോ എന്നാൽ വളരുക, അതിൻ്റെ പോസ്റ്റാണ് ഗ്രൂ. മൈ ജലസി ഗ്രൂ എവറി ഡേ. എൻ്റെ അസൂയ ദിവസവും വളർന്നു. ഐ ഡിഡ് നോട്ട് എൻജോയ് സ്കൂൾ എനി മോർ. ഞാൻ സ്കൂളിലെ ജീവിതം ഒട്ടും ആസ്വദിച്ചില്ല. ഐ ഡിഡ് നോട്ട് എൻജോയ് എനിത്തിങ്. ഞാൻ ഒന്നിലും ആസ്വാദനം കണ്ടെത്തിയില്ല. ഐ ഓൺലി തോട്ട് അബൌട്ട് ട്രവർ. ഞാൻ ട്രവറിനെ പറ്റി മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നു. ദെൻ വൺ ആഫ്റ്റർനൂൺ. അങ്ങനെ ഒരു ദിവസം ഉച്ചതിരിഞ്ഞ്. ട്രവർ ഡിഡ്. ട്രവർ ചെയ്തു സംതിങ്. സംതിങ് എന്നാൽ എന്തോ ഒന്ന്. ട്രവർ ഡിഡ് സംതിങ്. ട്രവർ എന്തോ ഒന്ന് ചെയ്തു. ഐ നെവർ എക്സ്പെക്റ്റഡ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തോ എന്ന് ഒരു ദിവസം ഉച്ചതിരിഞ്ഞതിന് ശേഷം ട്രവർ ചെയ്തു. ആൻഡ് ദാറ്റ് മൊമെൻറ്റ് ചേഞ്ച്ഡ് എവരിതിങ്. അങ്ങനെ ആ നിമിഷം എല്ലാം മാറ്റിമറിച്ചു. വൺ ആഫ്റ്റർനൂൺ. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ്. ഐ സാറ്റ് അലോൺ. അലോൺ എന്നാൽ തനിച്ച്. ഐ സാറ്റ് അലോൺ. ഞാൻ തനിച്ചിരുന്നു. ഓൺ എ ബെഞ്ച്. ഒരു ബെഞ്ചിൽ ഞാൻ തനിച്ചിരുന്നു. ഐ വാച്ച്ഡ് ട്രവർ. ഞാൻ ട്രവറിനെ നിരീക്ഷിച്ചു. ഹി വാസ് ലാഫിംഗ് വിത്ത് ഫ്രണ്ട്സ്. അവൻ സുഹൃത്തുക്കളുടെ കൂടെ ചിരിക്കുകയായിരുന്നു. ദേ ടോക്ക്ഡ് ആൻഡ് പ്ലേഡ്. അവർ സംസാരിക്കുകയും കളിക്കുകയും ചെയ്തു. ഐ ഫെൽറ്റ് ഇൻവിസിബിൾ. ഇൻവിസിബിൾ എന്നാൽ അദൃശ്യമായ എന്നുള്ള അർത്ഥമാണ്. ഇൻവിസിബിൾ, അദൃശ്യമായ. എനിക്ക് ഞാൻ അദൃശ്യനായതുപോലെ തോന്നി. നോ വൺ നോട്ടീസ്ഡ് മീ. ഒരാളും എന്നെ ശ്രദ്ധിച്ചില്ല. നോ വൺ കെയർഡ്. ഒരാളും ഗൗനിച്ചില്ല. ഐ ലുക്ക്ഡ് അറ്റ് ട്രവർ ആൻഡ് തോട്ട്. ഞാൻ ട്രവറിനെ നോക്കി. ഞാൻ മനസ്സിൽ ചിന്തിച്ചു. വൈ ഈസ് ഹിസ് ലൈഫ് സോ ഈസി. അവൻ്റെ ജീവിതം എന്തുകൊണ്ടാണ് ഇത്ര എളുപ്പമായിരിക്കുന്നത്. ഐ വാണ്ടഡ് ടു ലീവ്. എനിക്ക് പോകണമെന്ന് തോന്നി. എനിക്ക് പോകണമായിരുന്നു. ബട്ട് എന്നാൽ മൈ ലെഗ്സ് ഫെൽറ്റ് ഹെവി. എൻ്റെ കാലുകളിൽ ഭാരം അനുഭവപ്പെട്ടു. ദെൻ ട്രവർ ഡിഡ് സംതിങ് സ്ട്രേഞ്ച്. ശേഷം ട്രവർ അസാധാരണമായ ഒരു കാര്യം ചെയ്തു. ഹി വാക്ക്ഡ് അവേ ഫ്രം ഹിസ് ഫ്രണ്ട്സ് ആൻഡ് കെയിം ടുവേർഡ് മീ. അവൻ അവൻ്റെ സുഹൃത്തുക്കളുടെ അടുക്കൽ നിന്ന് നടന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ നേർക്ക് വന്നു. കെയിം ടുവേർഡ് മീ എന്നാൽ എൻ്റെ നേർക്ക് വന്നു. ഐ ലുക്ക് ഡൗൺ. ഞാൻ താഴേക്ക് നോക്കി.
ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ടോക്ക് ടു ഹിം. എനിക്ക് അവനോട് സംസാരിക്കണമായിരുന്നില്ല. ബട്ട് എന്നാൽ ഹീ സാറ്റ് ബിസൈഡ് മീ. അവൻ എൻ്റെ അരികെ ഇരുന്നു. സാറ്റ് എന്നാൽ ഇരുന്നു, ബിസൈഡ് എന്നാൽ അരികെ. ഹി വാസ് ക്വയറ്റ് ഫോർ എ മൊമെൻറ്റ്. ഒരു നിമിഷം അവൻ നിശബ്ദനായി നിന്നു. ദെൻ ഹി സെഡ്. ശേഷം അവൻ പറഞ്ഞു, ഐ സി യു ആർ നോട്ട് ഹാപ്പി. നീ സന്തോഷത്തിലല്ലെന്ന് എനിക്ക് കാണാം. വാട്ട്സ് റോങ്? എന്താണ് പ്രശ്നം? ഐ ഫെൽറ്റ് സംതിങ് ഇൻ മൈ ചെസ്റ്റ്. എൻ്റെ നെഞ്ചിൽ എന്തോ അനുഭവപ്പെട്ടു. ഗിൽറ്റ് എന്നാൽ ഇവിടെ അർത്ഥം കുറ്റബോധം എന്നുള്ള അർത്ഥമാണ്. ഇറ്റ് വാസ് ഗിൽറ്റ്. അത് കുറ്റബോധമായിരുന്നു എൻ്റെ മനസ്സിൽ അനുഭവപ്പെട്ടത്. ഐ ഹാഡ് ബീൻ സോ ജെലസ് ഓഫ് ഹിം. എനിക്ക് അവനോട് വളരെ അസൂയ തോന്നിയിരുന്നു. ഐ ഹാഡ് നെവർ തോട്ട് അബൌട്ട് ഹൗ ഹി ഫെൽറ്റ്. ഐ ഹാഡ് നെവർ തോട്ട് എന്നാൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അവന് എന്ത് തോന്നിയിരുന്നുവെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഐ സെഡ്. ഞാൻ പറഞ്ഞു, യു ആർ ബെറ്റർ ദാൻ മീ അറ്റ് എവരിതിങ്. നീ എല്ലാത്തിലും എന്നേക്കാൾ മികച്ചവനാണ്. യു ഓൾവേസ് വിൻ. നീ എപ്പോഴും വിജയിക്കുന്നു. എവരി വൺ ലൈക്സ് യു. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുന്നു. ഐ ട്രൈ. ഞാൻ ശ്രമിക്കുന്നു. പക്ഷേ ഐ ആം നെവർ ആസ് ഗുഡ് ആസ് യു. എനിക്ക് ഒരിക്കലും നിന്നെപ്പോലെ മികച്ചവനാകാൻ സാധിക്കുന്നില്ല. മൈ വോയിസ് വാസ് ലോ. എൻ്റെ ശബ്ദം താഴ്ന്നതായിരുന്നു. പക്ഷേ ട്രെവർ ലിസൺ കെയർഫുള്ളി. എന്നാൽ ശ്രദ്ധയോടെ ട്രെവർ കേട്ടു. ഹി ഡിഡ് നോട്ട് ലാഫ്. അവൻ ചിരിച്ചില്ല. ഹി ഡിഡ് നോട്ട് ലുക്ക് സർപ്രൈസ്ഡ്. അവനെ ആശ്ചര്യപ്പെട്ടവനായി കാണപ്പെട്ടില്ല. ഇൻസ്റ്റഡ്. അതിന് പകരം, ഇങ്ങനെ കാണുന്നതിന് പകരമായി, ഹി ലുക്ക്ഡ് അറ്റ് ദ ഗ്രൗണ്ട്. അവൻ തറയിലേക്ക് നോക്കി. ആൻസർഡ്. അവൻ തറയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഐ ആം നോട്ട് പെർഫെക്റ്റ്. ഞാൻ എല്ലാം തികഞ്ഞവനല്ല. ഐ ഹാവ് പ്രോബ്ലംസ് ടു. എനിക്കും പ്രശ്നങ്ങളുണ്ട്. യു സീ മൈ വിക്ടറീസ്. നീ എൻ്റെ വിജയങ്ങളാണ് കാണുന്നത്. പക്ഷേ യു ഡോണ്ട് സീ മൈ സ്ട്രഗിൾസ്. എൻ്റെ കഷ്ടപ്പാടുകൾ നീ കാണുന്നില്ല. ഐ സ്റ്റഡി ഹാർഡ്. ഞാൻ കഠിനമായി പഠിക്കുന്നു. ഞാൻ നന്നായി പഠിക്കുന്നു. കാരണം ഐ ഫിയർ ഫെയിലിയർ. ഫിയർ എന്നാൽ ഭയപ്പെടുക, ഫെയിലിയർ എന്നാൽ പരാജയം. ഞാൻ കഠിനമായി പഠിക്കുന്നു കാരണം ഞാൻ പരാജയത്തെ ഭയപ്പെടുന്നു. ഐ റൺ ഫാസ്റ്റ്. ഞാൻ വേഗത്തിൽ ഓടുന്നു. കാരണം ഐ ഫിയർ ബീയിങ് ലെഫ്റ്റ് ബിഹൈൻഡ്. പിന്നിലായി പോകുമോ എന്ന ഭയം കൊണ്ടാണ് ഞാൻ വേഗത്തിൽ ഓടുന്നത്. എവരി ഡേ. എല്ലാ ദിവസവും. ഐ വർക്ക് ഹാർഡ്. ഞാൻ കഠിനമായി പ്രയത്നിക്കുന്നു. ഇൻസൈഡ്. പക്ഷേ മനസ്സിനുള്ളിൽ ഐ ഫീൽ ടയേർഡ്. പക്ഷേ മനസ്സിനുള്ളിൽ എനിക്ക് ക്ഷീണമാണ്. സംടൈംസ്. ചില സമയങ്ങളിൽ. ഐ വിഷ് ഐ കുഡ് സ്റ്റോപ്പ്. ചില സമയങ്ങളിൽ എനിക്ക് ഇത് നിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കും. ചില സമയങ്ങളിൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഹിസ് വേർഡ് ഷോക്ക്ഡ് മീ. അവൻ്റെ വാക്കുകൾ എന്നെ ഞെട്ടിത്തരിപ്പിച്ചു. ഐ ഹാഡ് നെവർ തോട്ട് അബൌട്ട് ഹിസ് ലൈഫ് ദിസ് വേ. അവൻ്റെ ജീവിതം ഇങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഐ ഓൺലി സോ ദ ഔട്ട്സൈഡ്. പുറത്തുള്ള രൂപം മാത്രമാണ് ഞാൻ കണ്ടത്. ഐ നെവർ തോട്ട് അബൌട്ട് വാട്ട് വാസ് ഇൻസൈഡ്. അവൻ്റെ അകത്തെന്തായിരുന്നു, അവൻ്റെ പ്രയത്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഹീ ഹാഡ് ഫിയേഴ്സ് ടു. അവനും ഭയമുണ്ടായിരുന്നു. ഹീ ഹാഡ് വറീസ് ടു. അവനും വ്യാകുലതകളുണ്ടായിരുന്നു. ഹീ വാസ് നോട്ട് പെർഫെക്റ്റ്. അവൻ പരിപൂർണനായിരുന്നില്ല. അവൻ എല്ലാം തികഞ്ഞവനായിരുന്നില്ല. ഹി വാസ് എ ഹ്യൂമൻ. അവൻ ഒരു മനുഷ്യനായിരുന്നു. ജസ്റ്റ് ലൈക്ക് മീ. എന്നെപ്പോലെ അവനും ഒരു മനുഷ്യനായിരുന്നു. ഐ ഹാഡ് ഓൾവേസ് തോട്ട് ഹിസ് ലൈഫ് വാസ് ഈസി. അവൻ്റെ ജീവിതം വളരെ എളുപ്പമാണെന്നാണ് ഞാൻ എപ്പോഴും കരുതിയിരുന്നത്. ഐ തോട്ട്. ഞാൻ കരുതി. ഹി നെവർ സ്ട്രഗിൾഡ്. അവൻ ഒരിക്കലും പ്രയത്നിക്കുന്നില്ല, കഷ്ടപ്പെടുന്നില്ല എന്നാണ് ഞാൻ കരുതിയത്. നൗ. പക്ഷേ ഇപ്പോൾ. ഞാൻ കണ്ടു. ഐ സോ ദ ട്രൂത്ത്. ഞാൻ സത്യം മനസ്സിലാക്കി. ഹീ വർക്ക്ഡ് ഹാർഡ്. അവൻ കഠിനമായി പ്രയത്നിക്കുന്നുണ്ട് എന്ന് ഞാൻ ആ സത്യം കണ്ടു. ഞാൻ ആ സത്യം മനസ്സിലാക്കി. മൈ ജലസി ഹാഡ് മെയ്ഡ് മീ ബ്ലൈൻഡ്. ബ്ലൈൻഡ് എന്നാൽ അന്ധയായ. എൻ്റെ അസൂയ എന്നെ അന്ധയാക്കിയിരുന്നു. ഐ ഹാഡ് ഓൺലി സീൻ ഹിസ് സക്സസ്. ഞാൻ അവൻ്റെ വിജയം മാത്രമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഐ ഹാഡ് നെവർ സീൻ ഹിസ് എഫേർട്ട്. എഫേർട്ട് എന്നാൽ പരിശ്രമം എന്നുള്ള അർത്ഥമാണ്. അവൻ്റെ പരിശ്രമം ഞാൻ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഐ ഹാഡ് നെവർ സീൻ എന്നാൽ
ഞാൻ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഐ ഹാഡ് നെവർ സീൻ ഹിസ് സ്ട്രഗിൾസ്. അവൻ്റെ കഷ്ടപ്പാടുകൾ ഒരിക്കലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായി. ഐ ഫെൽറ്റ് സോറി, ആദ്യമായി എനിക്ക് കുറ്റബോധം തോന്നി. ഐ ഹാഡ് വേസ്റ്റഡ് സോ മച്ച് ടൈം ബീയിങ് ജലസ്. ഐ ഹാഡ് വേസ്റ്റഡ്, ഞാൻ പാഴാക്കിയിട്ടുണ്ടായിരുന്നു. സോ മച്ച് ടൈം, ഒരുപാട് സമയം. ബീയിങ് ജലസ്, അസൂയപ്പെട്ടുകൊണ്ട് ഞാൻ ഒരുപാട് സമയം പാഴാക്കിയിരുന്നു. വാട്ട് ഇഫ് ഐ ഹാഡ് ഫോക്കസ്ഡ് ഓൺ ഇംപ്രൂവിങ് ഇൻസ്റ്റെഡ് ഓഫ് കമ്പയറിങ്. താരതമ്യം ചെയ്യുന്നതിന് പകരം സ്വയം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? വാട്ട് ഇഫ് ഐ ഹാഡ് ഫോക്കസ്ഡ് എന്നാൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. ഓൺ ഇംപ്രൂവിങ് എന്നാൽ മെച്ചപ്പെടുത്തുന്നതിൽ. ഇൻസ്റ്റെഡ് ഓഫ് കമ്പയറിങ് എന്നാൽ താരതമ്യം ചെയ്യുന്നതിന് പകരമായിട്ട്. ഐ ലുക്ക്ഡ് അറ്റ് ട്രെവർ, ഞാൻ ട്രെവറിനെ നോക്കി. ഹി വാസ് സ്റ്റിൽ സിറ്റിംഗ് ബിസൈഡ് മീ, അവൻ അപ്പോഴും എൻ്റെ അരികിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹി വാസ് വെയിറ്റിംഗ് ഫോർ മീ ടു സ്പീക്ക്, ഞാൻ സംസാരിക്കാൻ വേണ്ടി അവൻ കാത്തിരിക്കുകയായിരുന്നു. ബട്ട് ഐ ഹാഡ് നോ വേർഡ്സ്, പക്ഷേ എനിക്ക് വാക്കുകളില്ലായിരുന്നു. ദാറ്റ് നൈറ്റ്, അന്ന് രാത്രി. ഐ ലേ ഇൻ ബെഡ് തിങ്കിങ്, ഞാൻ ചിന്തിച്ചുകൊണ്ട് കിടക്കയിൽ കിടന്നു. ഐ ഫെൽറ്റ് അഷെയിംഡ്, എനിക്ക് ലജ്ജ തോന്നി. ട്രെവർ വാസ് നോട്ട് മൈ എനിമി, ട്രെവർ എൻ്റെ ശത്രുവായിരുന്നില്ല. ഹി വാസ് ജസ്റ്റ് ഡൂയിങ് ഹിസ് ബെസ്റ്റ്, അവൻ അവൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ആൻഡ് ഐ ഹാഡ് ബീൻ ടു ജലസ് ടു സീ ഇറ്റ്, ഞാൻ അത്രയധികം അസൂയപ്പെട്ടതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഐ ഹാഡ് ടു ചേഞ്ച്, എനിക്ക് മാറണമായിരുന്നു. ഐ ഹാഡ് ടു സ്റ്റോപ്പ് കമ്പയറിങ്, താരതമ്യം ചെയ്യുന്നത് എനിക്ക് അവസാനിപ്പിക്കണമായിരുന്നു. ഐ ഡിഡ് നോട്ട് നീഡ് ടു ബി ലൈക്ക് ട്രെവർ, എനിക്ക് ട്രെവറിനെ പോലെയാകേണ്ടിയിരുന്നില്ല. ഐ നീഡ് ടു ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് മൈസെൽഫ്, എനിക്ക് മറ്റാരെയും പോലെ അല്ലാതെ എൻ്റെ ഏറ്റവും മികച്ച സ്വരൂപമായി മാറേണ്ടിയിരുന്നു. ദാറ്റ് വാസ് ഇനഫ്, അത് ധാരാളം മതിയായിരുന്നു. അറ്റ് സ്കൂൾ, സ്കൂളിൽ വച്ച്. ഐ സോ ട്രെവർ അഗെയിൻ, ഞാൻ വീണ്ടും ട്രെവറിനെ കണ്ടു. ഹി സ്മൈൽഡ് അറ്റ് മീ, അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ എ ലോങ് ടൈം, ഒരുപാട് നാളുകൾക്ക് ശേഷം ആദ്യമായി. ഐ സ്മൈൽഡ് ബാക്ക്, ഞാൻ തിരിച്ച് പുഞ്ചിരിച്ചു. ഇറ്റ് ഫെൽറ്റ് സ്ട്രേഞ്ച്, ഇത് വിചിത്രമായി തോന്നി. ബട്ട് ഓൾസോ ഗുഡ്, ഇത് നല്ലതാണെന്നും തോന്നി. ട്രെവർ ഡിഡ് നോട്ട് നോ ഇറ്റ്, ട്രെവറിന് അത് അറിയില്ലായിരുന്നു. ബട്ട് ഹി ഹാഡ് ഹെൽപ്ഡ് മീ, ട്രെവറിന് അത് അറിയില്ലായിരുന്നു, പക്ഷെ അവൻ എന്നെ മാറ്റത്തിന് പ്രേരിപ്പിച്ചിരുന്നു. ട്രെവറിൻ്റെ അടുക്കൽ നിന്നുണ്ടായിരുന്ന അനുഭവമാണ് എന്നെ അസൂയയിൽ നിന്നും മാറ്റിമറിച്ചത്. ഈ കാര്യം അവന് അറിയില്ലായിരുന്നു. ഐ ബിഗാൻ വർക്കിംഗ് ഹാർഡ്, ഞാൻ കഠിനമായി പരിശ്രമിക്കാൻ തുടങ്ങി. നോട്ട് ടു ബീറ്റ് ട്രെവർ, ട്രെവറിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല. ബട്ട് ടു ഇംപ്രൂവ് മൈസെൽഫ്, എന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടി, എൻ്റെ പുരോഗതിക്ക് വേണ്ടി ഞാൻ നന്നായി കഠിനമായി പ്രയത്നിച്ചു. ട്രെവറിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല. ഐ ഫോക്കസ്ഡ് ഓൺ മൈ സ്റ്റഡീസ്, ഞാൻ എൻ്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഐ സ്റ്റോപ്ഡ് തിങ്കിങ്, ഞാൻ ചിന്തിക്കുന്നത് അവസാനിപ്പിച്ചു. എബൌട്ട് ട്രെവേഴ്സ് സക്സസ്, ട്രെവറിൻ്റെ വിജയത്തിനെപ്പറ്റി ചിന്തിക്കുന്നത് ഞാൻ നിർത്തി. ഐ ബിഗാൻ ടു തിങ്ക് അബൌട്ട് മൈ ഓൺ ഗ്രോത്ത്, ഞാൻ എൻ്റെ സ്വന്തം വളർച്ചയെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ തുടങ്ങി. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി. ഐ വാസ് നോട്ട് ജലസ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് അസൂയ തോന്നിയില്ല. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഐ വാസ് നോട്ട് ജലസ്. ഐ വർക്ക്ഡ് ഹാർഡ്, ഞാൻ കഠിനമായി പ്രയത്നിച്ചു. നോട്ട് ടു ബീറ്റ് സമ്മൺ, മറ്റാരെയെങ്കിലും പരാജയപ്പെടുത്താനല്ല. നോട്ട് ടു ബീറ്റ് സമ്മൺ എൽസ്, മറ്റാരെയെങ്കിലും പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ കഠിനമായി പ്രയത്നിച്ചത്. ബട്ട് ടു ബി ബെറ്റർ ദാൻ ബിഫോർ, പക്ഷെ മുമ്പത്തേക്കാൾ മികച്ചവളാകാൻ വേണ്ടി. മറ്റാരെയെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയല്ല, മുമ്പത്തതിനേക്കാൾ മികച്ചവളാകാൻ വേണ്ടിയാണ് ഞാൻ കഠിനമായി പരിശ്രമിച്ചത്. ട്രെവർ ആൻഡ് ഐ ബിക്കെയിം ക്ലോസർ ഫ്രണ്ട്സ്, ട്രെവറും ഞാനും അടുത്ത സുഹൃത്തുക്കളായി മാറി. ബിക്കെയിം എന്നാൽ ആയി മാറി. വി സ്റ്റഡീഡ് ടുഗദർ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. വി ഷെയർഡ് അവർ സ്ട്രഗിൾസ്, ഞങ്ങൾ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ പങ്കുവച്ചു. ഹി ഹെൽപ്ഡ് മീ, അവൻ എന്നെ സഹായിച്ചു. ആൻഡ് ഐ ഹെൽപ്ഡ് ഹിം, ഞാൻ അവനെ സഹായിച്ചു. അവൻ എന്നെയും ഞാൻ അവനെയും സഹായിച്ചു. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായി. ഐ ഫെൽറ്റ് ഗ്രേറ്റ്ഫുൾ ഫോർ ഹിം, എനിക്ക് ആദ്യമായി അവനോട് കൃതജ്ഞത തോന്നി. ലൈഫ് വാസ് നോട്ട് അബൌട്ട് ബീയിങ് ബെറ്റർ ദാൻ അതേഴ്സ്,
ജീവിതം മറ്റുള്ളവരെക്കാൾ മികച്ചവനാകുക എന്നുള്ളതല്ല, ജീവിതം മുമ്പത്തേക്കാൾ മികച്ചതാക്കുക എന്നുള്ളതാണ്. ജീവിതം മറ്റുള്ളവരെക്കാൾ മികച്ചവനാകുക എന്നതിലല്ല, മറിച്ച് ഇന്നലത്തേതിനേക്കാൾ മികച്ച വ്യക്തിയാകുക എന്നുള്ളതാണ്.